പ്രിയരെ, വിശ്വസാഹിത്യത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും. അവയിലെ കാലാതിവർത്തികളായ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ആഖ്യാന രീതികളും നമ്മെ ഇന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനങ്ങൾ മനുഷ്യകുലത്തിൻ്റെ വഴിവിളക്കുകളായി ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1000 മാനങ്ങളാണ് ഇതിഹാസ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾക്ക്. അമാനുഷികതയുടെ അത്ഭുതച്ചെപ്പിൽ ഭക്തിയുടെ മേമ്പട് ചേർത്താണ് നാം അവരെ അറിഞ്ഞതും അറിയിച്ചതും. അതുകൊണ്ടുതന്നെ ആ ഇതിഹാസ കഥാപാത്രങ്ങളുടെ ആന്തരിക സംഘർഷങ്ങളും ഹൃദയ നൊമ്പരങ്ങളും നാം കാണാതെ പോയി. മഹാഭാരതത്തിലെ സവിശേഷമായൊരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ പുനർവായനയ്ക്കുള്ള ഒരെളിയ ശ്രമമാണ് ഈ രംഗാവിഷ്കാരം. രചനയും സംവിധാനവും അഡ്വക്കേറ്റ് മോഹനൻ, രംഗത്ത് രമണി മലയത്ത്. പാഞ്ചാലി, പാഞ്ചാലരാജന്റെ യജ്ഞപുത്രി. വിടർന്ന താമരപ്പൂവിന്റെ പരിമളം പരത്തുന്നവൾ, ലക്ഷ്മീദേവിയുടെ അവതാരമായവൾ. നിങ്ങളറിഞ്ഞ പാഞ്ചാലി ധീരയായിരുന്നു. ആൺസഭയിൽ അഭിപ്രായം പറഞ്ഞവളായിരുന്നു. പക്ഷേ പാഞ്ചാലിയുടെ നീറിപ്പുകയുന്ന മനസ്സ് നിങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു. സ്വയംവര പന്തലിൽ എന്നെ വരിച്ചത് ഞാൻ ഇഷ്ടപ്പെട്ട അർജുനൻ. പക്ഷേ എൻ്റെ വിധി 5 പേർക്ക് ഭാര്യയാകാനായിരുന്നു. യുധിഷ്ഠിരനോടൊപ്പമായിരുന്നു എൻ്റെ ആദ്യ രാത്രി. തുടർന്ന് ഭീമനും അർജുനനും നകുലനും സഹദേവനും എൻ്റെ സ്ത്രീത്വത്തെ ചവിട്ടി അരച്ചു. ഓരോ രാത്രിയും പാഞ്ചാലിക്ക് നൽകിയത് ദുഃഖം മാത്രം. ഓരോ വർഷവും ഓരോ ആളുടെ ഭാര്യയായിരിക്കേണ്ടി വന്നവൾ. ഓരോ ആളുടെ ഊഴം കഴിയുമ്പോഴും അവർ എന്നെ ഭക്തിയിലേറ്റ് ചാരിത്രശുദ്ധി പരീക്ഷിച്ചു. പഞ്ചപാണ്ഡവന്മാർക്ക് സ്വത്വമില്ലാത്തൊരു ഭോഗവസ്തു മാത്രമായിരുന്നു ഈ പാഞ്ചാലി. ഹസ്തിനപുരിയിലെ പതിവ്രതയായ അഭിസാരിക. ചൂതുകളിയിൽ തോറ്റ യുധിഷ്ഠിരന്റെ കേവല പണയവസ്തു. ദ്യുതസഭയിൽ വെച്ച് പ്രതിഗാമി എന്നെ ദാസി എന്ന് വിളിച്ചപ്പോഴും, ദുശാസനൻ എന്റെ മുടി പിടിച്ച് വലിച്ച് വിവസ്ത്രയാക്കാൻ തുനിഞ്ഞപ്പോഴും, കർണൻ എന്നെ അധിക്ഷേപിച്ചപ്പോഴും മൗനം പാലിച്ച് കേവലം കാഴ്ചക്കാരായിരുന്നു എന്റെ ഭർത്താക്കന്മാർ. സഹിക്കാനാവാത്ത മനോവേദനയാൽ പൊട്ടിക്കരയുകയായിരുന്നു ഈ പാഞ്ചാലി. ജയദ്രഥനും ജാതാസുരനും കീചകനും കട്ടുകൊണ്ടുപോകാനുള്ള ഉപഭോഗവസ്തു. വിരാട രാജധാനിയിലെ വേലക്കാരി. ഭർത്താക്കന്മാർക്ക് സുഖം പകരാൻ വർഷങ്ങളോളം സ്വന്തം മക്കളെ പിരിഞ്ഞിരിക്കേണ്ടി വന്ന ഹതഭാഗ്യയായ അമ്മ. ഉറങ്ങിക്കിടന്ന മക്കളെ അരുങ്കൊല ചെയ്തപ്പോൾ ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതിരുന്ന പാവം സ്ത്രീ. കർണനെയായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടത്. കുലമഹിമ ആ സ്നേഹത്തിന് തടസ്സമായി. പഞ്ചപാണ്ഡവരിൽ ഞാൻ
ഏറെ ഇഷ്ടപ്പെട്ടത് അർജുനനെ ആയിരുന്നു. ദീർഘമായ 6 വർഷം എനിക്ക് അർജുനനെയും പിരിയേണ്ടി വന്നു. ഇഷ്ടപ്പെട്ടതൊന്നും നേടാൻ കഴിയാത്തവൾ പാഞ്ചാലി. എല്ലാ അനിഷ്ടങ്ങളും സഹിച്ച് 5 പേരുടെ ഭോഗവസ്തുവായി, പണയവസ്തുവായി, അരുങ്കൊല ചെയ്യപ്പെട്ട മക്കളുടെ അമ്മയായി, സ്വത്തം നഷ്ടപ്പെട്ടവളായി, മരണത്തിലും അപമാനിതയായി മരണം വരിച്ചവൾ. നിങ്ങൾ കാണാതെ പോയ പാഞ്ചാലി, നിങ്ങൾ കണ്ടതും അറിഞ്ഞതും പാഞ്ചാലിയുടെ പുറന്തോട് മാത്രം. അകമേ വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു ഈ പാഞ്ചാലി. സഹിക്കാൻ വിധിക്കപ്പെട്ട് സഹനത്തിൻ്റെ പ്രതീകങ്ങളായി ജീവിച്ചു മരിച്ചവരായിരുന്നു പുരാണങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഏറെയും. ചാരിത്രമെന്ന കാണാച്ചരടിനാൽ ബന്ധിക്കപ്പെട്ട് പാരതന്ത്ര്യത്തിൻ്റെ കൂട്ടിലകപ്പെട്ടവർ, ശബ്ദം നഷ്ടപ്പെട്ടവരായി സ്വയം വിധിയെ ശപിച്ച് അകമേ കരഞ്ഞവർ. ഇവർക്ക് ദൈവചൈതന്യം പകർന്ന് ദേവീപട്ടം ചാർത്തി ഇതിഹാസകാരൻ നമ്മോട് നുണ പറയുകയായിരുന്നു. ഇവരുടെ ആത്മനൊമ്പരങ്ങൾ കേൾക്കാൻ നമുക്ക് കാതുകൂർപ്പിക്കാം. ആ നൊമ്പരങ്ങളുടെ പട്ടടയിൽ നിന്ന് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ശക്തിമന്ത്രങ്ങളുമായി നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. ഒരുമയോടെ, ഒരേ മനസ്സോടെ. രാമായണത്തിലെ ഇതിഹാസോജ്വലമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ ഞങ്ങളിവിടെ നേരിൻ്റെ കണ്ണടയിലൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി, സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ, സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ, പിന്നാലെ വരണാർത്ഥമാലയുമിട്ടീടിനാൾ. സ്വയംവര പന്തലിൽ നിന്ന് ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു ഞാൻ അയോധ്യയിലെത്തിയത്. എന്നാൽ അയോധ്യ എനിക്ക് നൽകിയതോ ദുഃഖം മാത്രം. ഘോരമായ വനത്തിൽ തുടങ്ങിയ മധുവിധു ഭർത്താവിനെ സേവിച്ച് ഭർത്താവിൻ്റെ നിഴലായി ദീർഘമായ 14 വർഷം വനവാസം. പത്തു മാസം രാവണന്റെ തടവറയിൽ. അശോകവനികയിലെ രാക്ഷസിമാരുടെ കുത്തുവാക്കുകളും രാവണന്റെ പീഡനങ്ങളും വേദനയോടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സ്വന്തം പാതിവൃത്യം തെളിയിക്കാൻ 1 തവണ അഗ്നികുണ്ഡത്തിലേറേണ്ടി വന്നവൾ. ജനസമക്ഷം സത്യം ചെയ്ത് പാതിവൃത്യം സാക്ഷ്യപ്പെടുത്തുവാൻ വിധിയുണ്ടായപ്പോൾ മനം നൊന്ത് നീറിപ്പുകഞ്ഞവൾ. ഭർത്താവിനാൽ സംശയിക്കപ്പെട്ട ഭാര്യയായി ജീവിതം ഹോമിക്കപ്പെടേണ്ടി വന്നവളാണ് പാവം സീത. ഗർഭിണിയായിരിക്കെ എന്റെ ഭർത്താവ് എന്നെ നിഷ്കരുണം കാട്ടിലേക്ക് അയച്ചു.
വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെ അനാഥയായ അന്തേവാസിയായിരുന്നു ഞാൻ. നൊന്ത് പ്രസവിച്ച എൻ്റെ പൊന്നുമക്കൾ രാജകുമാരന്മാരായി കൊട്ടാരത്തിൽ വളരേണ്ടവരായിരുന്നു അവർ. അച്ഛനെ അറിയാത്ത മക്കളായി അവർ ആശ്രമത്തിൽ വളർന്നു. അവരുടെ പിതൃത്വം സാക്ഷ്യപ്പെടുത്താൻ ജനസഭയിൽ സത്യം ചെയ്യേണ്ടി വന്നവളായിരുന്നു സീത. നല്ലൊരു ദാമ്പത്യ ജീവിതം പോലും ലഭിക്കാത്തവൾ, സകല സൗഭാഗ്യങ്ങളുടെ നടുവിലും ദരിദ്രയായവൾ, സ്വത്വം നഷ്ടപ്പെട്ട് പലരുടെയും പരീക്ഷണ വസ്തു ആകേണ്ടി വന്നവൾ. സഹികെട്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അലിവ് തോന്നിയ ഭൂമിദേവി ആ ഭൂമിപുത്രിയെ തിരികെ സ്വീകരിച്ചു. ഇനിയും ഒരു സീത പിറക്കാതിരിക്കട്ടെ. നന്ദി ശ്രീമതി രമണി മലേത്.